ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡബിൾ ഫെദർ സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 5 ലൈനാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് മീദത്തെ ലൈനിൽ നിന്നും നീഡിൽ കുത്തിയെടുക്കുക. മൂന്നാമത്തെ ലൈനിൽ നിന്ന് രണ്ടാമത്തെ ലൈനിലേക്ക് ചെരിച്ച് കുത്തി ഇതുപോലെ ലൂപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇതിലൊരു 5 ലൈൻ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടില്ലേ? ഇനി ലാസ്റ്റത്തെ ലൈനിൽ കുത്തുക, തൊട്ട് മുകളിലത്തെ ലൈനിലേക്ക് കുത്തി ലൂപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് തിരിച്ച് മീതേക്കാണ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ത്രെഡ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈനിലല്ല, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈനിലാണ് നമ്മളിതുപോലെ നീഡിൽ കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇടതുവശത്തേക്ക് ലൂപ്പ് ഇട്ട് കൊടുക്കുക. കണ്ടോ? ത്രെഡ് എവിടെയാണോ കിടക്കുന്നത് അത് നോക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈനല്ല, അതിൻ്റെ അടുത്തുള്ള ലൈനിലാണ് നമ്മൾ നീഡിൽ കുത്തിയിട്ട് എടുക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ ഈ വീഡിയോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ടില്ലേ? നമ്മൾ ഫെദർ സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്, ഒരു ലൈൻ മാത്രം കൂടിയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ താഴേക്ക് കുത്തിയെടുക്കുമ്പം വലത് ഭാഗത്തേക്ക് ലൂപ്പിട്ട് കൊടുക്കുന്നു, മീതേക്ക് കുത്തിയെടുക്കുമ്പോൾ ഇടത് ഭാഗത്തേക്ക് ലൂപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ലാസ്റ്റും നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ കഴിഞ്ഞത് അവിടെ ഇതുപോലെ നീഡിൽ ഇറക്കുക, അടിയിൽ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ.